ദിവസവും പുതിയ ടിപ്സുകൾ ലഭിക്കുന്നതിന് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ ടിപ്സുകളുടെയും നോട്ടിഫിക്കേഷൻസ് മുടങ്ങാതെ നിങ്ങൾക്ക് കിട്ടുന്നതിന് ബെൽ ബട്ടൺ കൂടി അമർത്തുക. നമസ്കാരം. വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ ഉള്ള നമുക്കൊക്കെ അറിയാവുന്ന ഒരു സൈലന്റ് കില്ലറാണ് BP എന്ന് പറയുന്നത്, അല്ലെ, രക്തസമ്മർദ്ദം. ഇത് കൂടുന്നത് പലപ്പോഴും വലിയ സിംറ്റംസ് ഒന്നും നമ്മൾ ഇതിന് അറിയില്ല. അതുകൊണ്ട് തന്നെ BP കൂടിയിരിക്കുകയാണെന്നോ ഒന്നും നമ്മൾ ചിലപ്പോൾ അറിഞ്ഞെന്ന് വരില്ല. എന്നാൽ ഹാർട്ട് അറ്റാക്കിന് വരെ ചാൻസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് BP. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് റെഗുലർ ആയിട്ട് ഇത് മോണിറ്റർ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. പ്രത്യേകിച്ച് BP കൂടുതലായിട്ടൊക്കെ ഉള്ളവരെ ഒക്കെ റെഗുലർ ആയിട്ട് അത് ചെക്ക് ചെയ്യണം. ഇപ്പൊ പലർക്കും ഇപ്പൊ വീട്ടിൽ തന്നെ BP ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ട്, നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, പ്രോപ്പർ ആയിട്ടാണോ നമ്മളിത് പരിശോധിക്കുന്നത്, ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഒരു കഫ് ലെങ്തിലുള്ള ഒരു ഇൻസ്ട്രുമെന്റ് വാങ്ങിയാൽ തന്നെ ആ വാങ്ങുന്ന ഉപകരണം ഉപയോഗിക്കുന്നതിന് മുൻപായിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിന്റെ പ്രവർത്തനം കൃത്യമാണോ, അതിന്റെ റീഡിംഗ് കൃത്യമാണോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. അതിനുശേഷം വേണം നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും ഡോക്ടറിന്റെ അടുത്തോ അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് ചെന്നിട്ട് നമുക്കതൊന്ന് ആ ഇൻസ്ട്രുമെന്റിന്റെ റീഡിംഗ് ഒക്കെ കറക്റ്റ് ആണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യിക്കണം. അതുപോലെ ദിവസവും 2 തവണ പരിശോധിക്കുക. അതായത് റെഗുലറായിട്ട് BPയുടെ പ്രശ്നങ്ങളുള്ളവരോ ഒക്കെ ആണെങ്കിൽ റെഗുലറായി 2 തവണ പരിശോധിക്കുക. ഒന്ന് രാവിലെ ഒന്ന് വൈകിട്ടും, അത് മരുന്ന് കഴിക്കുന്നതിന് മുമ്പായി. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എപ്പോഴാണോ BP ചെക്ക് ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് 30 മിനിറ്റ് മുമ്പെങ്കിലും ഭക്ഷണം കഴിച്ചിരിക്കണം. അതായത് BP ചെക്ക് ചെയ്യുന്നതിന് തൊട്ട് മുൻപുള്ള 30 മിനിറ്റിൽ ഭക്ഷണം കഴിക്കുകയോ അതുപോലെ തന്നെ കോഫി, ചായ ഇതൊന്നും തന്നെ പാടില്ല. അതുപോലെ തന്നെ മദ്യപാനം, പുകവലി ഇതൊന്നും ഈ ഒരു 30 മിനിറ്റിനുള്ളിൽ മുമ്പായിട്ട് ചെയ്യാതിരിക്കുക. അത് നമ്മൾ വളരെ ശാന്തമായിട്ടുള്ള ഒരു 30 മിനിറ്റ്, അതിനുശേഷം വേണം നമ്മളിത് ചെക്ക് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ അല്പനേരം വളരെ ശാന്തമായി ഇരുന്നതിന് ശേഷം മാത്രമേ രക്തസമ്മർദ്ദം പരിശോധിക്കാൻ പാടുള്ളൂ. അല്ലാതെ ഓടി വന്നിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിൽ അങ്ങനെയല്ല, കുറച്ച് അല്പം ഒന്ന് നോർമലായി റിലാക്സ്ഡ് ആയി ഇരുന്നതിന് ശേഷമാണ് നമ്മളിത് പരിശോധിക്കേണ്ടത്. കാരണം നമ്മൾ എന്തെങ്കിലും ടെൻഷനിലോ ഭയങ്കര ഒരു ഫിസിക്കലായിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്തിട്ടോ ഒക്കെ ഇരിക്കുകയാണെങ്കിൽ അത് കൃത്യമായിട്ടുള്ള BP നമുക്ക് അറിയാൻ പറ്റത്തില്ല. പിന്നെ ഒരിക്കലും ഇട്ടിരിക്കുന്ന വസ്ത്രത്തിന് മുകളിലായിട്ട് കഫ് കെട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഓക്കെ, വസ്ത്രത്തിന്റെ മുകളിലല്ല, നഗ്നമായ ചർമ്മത്തിലാണ് നമ്മൾ ഈ കഫ് കെട്ടേണ്ടത്. അല്ലെങ്കിൽ ഇത് വളരെ തെറ്റായ റീഡിംഗ് ആയിരിക്കും കാണിക്കുന്നത്. പിന്നെ ഹൃദയത്തിന്റെ അതേ നിരപ്പിൽ തന്നെ കൈ വെക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് കസേരയുടെയോ മേശയിലോ അങ്ങനെ എവിടെയെങ്കിലും കൈ എടുത്ത് വെച്ചിട്ട് മാക്സിമം നമ്മുടെ ഹാർട്ടിന്റെ ഒരു ലെവലിൽ തന്നെ കൈ വെക്കാനായി ശ്രദ്ധിക്കുക. അതായത് തെറ്റായ റീഡിംഗ് ആയിരിക്കും കാണിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഹാർട്ടിന്റെ അതേ ലെവലിൽ തന്നെ ആയിരിക്കണം നമ്മുടെ കൈ ഇരിക്കേണ്ടത്. പിന്നെ ഒരേ കൈയിൽ തന്നെ റീഡിംഗ് എടുത്ത ശേഷം വീണ്ടും 3 മിനിറ്റ് ആകാതെ ഒരു തരത്തിലും BP വീണ്ടും ചെക്ക് ചെയ്ത് നോക്കരുത്. പ്രത്യേകിച്ച് നമ്മൾ വലിയ ടെൻഷനൊന്നും ഇല്ലാത്ത സമയത്താണ് നമ്മൾ അളക്കേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് ഉടൻ തന്നെ ഒരു 3 മിനിറ്റിനുള്ളിൽ വീണ്ടും ഒന്നുകൂടെ ചെക്ക് ചെയ്യരുത്. നമ്മൾ രക്തസമ്മർദ്ദം അളക്കുമ്പോൾ 2 കൈകളിലും അളക്കാനായി ശ്രദ്ധിക്കുക. ഓക്കെ, ഇതിലേതാണോ ഉയർന്ന റീഡിംഗ് അതാണ് രക്തസമ്മർദ്ദമായി കണക്കാക്കപ്പെടുന്നത്. ഇപ്പൊ ദിവസം മുഴുവൻ വ്യത്യാസപ്പെട്ടിരിക്കുന്ന ഒരു വാല്യൂ ആണിത്. മാത്രമല്ല പലപ്പോഴും രാവിലെ ഇച്ചിരി കൂടുതലാണ്. ഇന്ന് രാവിലെ ഏത് സമയത്താണോ ചെക്ക് ചെയ്യുന്നത് എല്ലാ ദിവസവും നമ്മൾ അതേ സമയത്ത് തന്നെ ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ വൈകിട്ടും നമ്മൾ ഫിക്സ്ഡ് ആയിട്ടൊരു ടൈം വെച്ചിട്ട് എല്ലാ ദിവസവും ഒരേ സമയത്താണ് നമ്മുടെ BP ചെക്ക് ചെയ്യേണ്ടത്. പിന്നെ ദിവസവും ഒരു 30 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യുവാനായി ശ്രദ്ധിക്കുക. അതൊക്കെ നമുക്ക് BP കൺട്രോൾ ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കാരണം നമുക്കറിയാം നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മുടെ ഫുഡിന്റെ രീതികളും ഒക്കെ തന്നെയാണ് ഈ BPയുടെ ഒരു മെയിൻ റീസൺ. നമ്മുടെ ടെൻഷൻസ്, മാനസികമായും ശാരീരികമായും ഉണ്ടാവുന്ന പ്രഷേഴ്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഹെൽത്തിന്റെ കാര്യത്തിൽ അല്പം കൂടെ കോൺഷ്യസ് ആവണം. നമ്മൾ അതുകൊണ്ട് ഒരു 30 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യുവാനായി ശ്രദ്ധിക്കുക. മൈൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. നാരുകൾ അടങ്ങിയ ഭക്ഷണം അത് കഴിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഉപ്പും അതുപോലെ കഫീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ചായയും കാപ്പിയും കുറയ്ക്കുക. പിന്നെ നമ്മുടെ ബോഡിയുടെ ഒരു ബോഡി മാസ് ഇൻഡെക്സ്, നമ്മുടെ വെയിറ്റും ഹൈറ്റും ഒക്കെ അതൊരു പ്രൊപ്പോർഷണലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക്
എന്തെങ്കിലും ഒരു ചെറിയത്, ഇപ്പോൾ ഒബിസിറ്റി ഒക്കെ ഒരു വലിയ പ്രശ്നമാണ് നമുക്കറിയാം. അപ്പം നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കൽ അറ്റൻഷൻ കറക്റ്റ് സമയത്ത്, ഒരു ഡോക്ടറെ കാണുന്നതിനോ ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണുന്നതിനോ ഒന്നും മടി വിചാരിക്കേണ്ട ഒരു കാര്യമില്ല. ഓക്കെ, നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റെഗുലർ ചെക്കപ്പ് അത് ഒരുപാട് നല്ലതാണ്. കാരണം പലതും ഒരു സമയത്ത് നമ്മൾ തിരിച്ചറിയുന്നതാണ് ഏറ്റവും നല്ലത്. അതിന് പ്രോപ്പർ ആയിട്ടുള്ള ചികിത്സയും ആണ് വേണ്ടത്. പിന്നെ മരുന്ന് എടുക്കുന്നവരാണെങ്കിൽ അത് റെഗുലറായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ നമുക്കിത് റെഗുലേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും.